ഹായ് ഹലോ റീസ്റ്റാർട്ടിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് SCRT ആണ് കേട്ടോ. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ PSCക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് എടുത്തേക്കുന്നത്? ഫിസിക്സ് ആണ് അല്ലെ. ഫിസിക്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക, ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ എന്താണ്? ഇന്ധനങ്ങളാണ് കേട്ടോ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്താണ് പറയുന്നത്? ഇന്ധനങ്ങൾ എന്നാണ്. അതായത് ചൂടോ എനർജിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് കത്തിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മരം നമ്മൾ കത്തിക്കില്ലേ, അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? താപം കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ധനം എന്ന് പറയുന്നത് മരമാണ്. പെട്രോൾ, കൽക്കരി, പിന്നെന്താണ് LPG, ഇതൊക്കെ എന്താണ്? ഇന്ധനങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ധനങ്ങൾ 3 തരാണുള്ളത്. ഖര ഇന്ധനമുണ്ട്, ദ്രാവക ഇന്ധനമുണ്ട്, വാതക ഇന്ധനമുണ്ട്. ഇനി ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് വിറക്, കൽക്കരി. ഇതൊക്കെ ഖര രൂപത്തിൽ കാണപ്പെടുന്ന ഇന്ധനങ്ങളല്ലേ, വിറക്, കൽക്കരി ഒക്കെ. അപ്പൊ ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം വിറക്, കൽക്കരി. ഇനി ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം. ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. അപ്പൊ ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ ദ്രാവക ഇന്ധനങ്ങളാണ്. ഇനി വാതക രൂപത്തിൽ കാണപ്പെടുന്ന ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? LPG, CNG, ഹൈഡ്രജൻ. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ. ഏവിയേഷൻ ഫ്യൂവൽ ആണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ഇനി കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? നമുക്കറിയാം, ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം ഏതാണ്? നമ്മൾ കുറെ ഇന്ധനങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ. കൽക്കരി, ഡീസൽ, പെട്രോൾ, LPG, ഹൈഡ്രജൻ. അപ്പോ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനം ഇതിൽ ഏതായിരിക്കും? നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. കൽക്കരി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കൽക്കരി, പെട്രോളിയം, പിന്നെ പ്രകൃതിവാതകം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചിട്ടുള്ളതാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇവിടെ ഇനി മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ വരാം. എന്താണ് ഫോസിൽ ഇന്ധനം? എന്താണ്? ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത്. ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ അറിയപ്പെടുന്നത് പാരമ്പര്യ ഇന്ധനങ്ങൾ എന്നാണ് കേട്ടോ. പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്നാണ് എന്തിനു പറയുന്നത്? ഉപയോഗിച്ചു കഴിഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഇന്ധനങ്ങൾ. ഫോർ എക്സാമ്പിൾ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകങ്ങൾ. ഇതൊന്നും പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ സ്രോതസ്സുകളാണ് ഏത്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഫോർ എക്സാമ്പിൾ സൗരോർജം, കാറ്റ്, തിരമാല. പ്രകൃതിയിൽ നിന്നും വീണ്ടും വീണ്ടും ലഭിക്കുന്ന ഊർജ സ്രോതസ്സുകളാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, സൗരോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സംവിധാനം ഏതാണ്? ഏതാണ്? സോളാർ സെല്ലാണ് കേട്ടോ. അതായത് സൂര്യപ്രകാശം, സൂര്യന്റെ ഊർജം വൈദ്യുതിയാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഊർജ സംരക്ഷണ ദിനം എപ്പോഴാണ്? ഡിസംബർ 14-നാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ട്ടോ. ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്ന പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ജ്വലനം. ജ്വലനം എന്ന് പറഞ്ഞാല് ഇന്ധനങ്ങളിൽ നിന്നും ഊർജം പുറത്തു വരുന്ന പ്രക്രിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം. ഭൂമിയിലെ ഊർജത്തിന്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ്. സൂര്യനിലെ ഊർജോൽപാദനത്തിനെ കുറിച്ച് ശാസ്ത്രീയമായി വിശദീകരണം നൽകിയ ആദ്യ ശാസ്ത്രജ്ഞനാണ് ഹാൻസ് ബേത്ത് കേട്ടോ. ഹാൻസ് ബേത്ത് ആണ് സൂര്യനിലെ ഊർജോൽപാദനത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. ആരാണ്? ഹാൻസ് ബേത്ത്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? ഊർജ സംരക്ഷണ ദിനം എപ്പോഴാണ്? ഡിസംബർ 14-നാണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കേട്ടോ. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ആരാണ് ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്?
തോമസ് യങ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഊർജം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഊർജത്തിന്റെ CNG യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ CNG യൂണിറ്റ് ആണ് എർഗ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ദേശീയ ഊർജ സംരക്ഷണ ദിനം എപ്പോഴാണ്? ഡിസംബർ 14-നാണ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. സൂര്യനിലെ ഊർജ ഉൽപാദനത്തെ കുറിച്ച് ആദ്യമായിട്ട് പഠനം നടത്തിയത് ആരാണ്? ഹാൻസ് ബെത്ത് ആണ് കേട്ടോ. മറക്കരുത്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു? ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു അല്ലെ? മൊത്തം 30 ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഫിസിക്സിന്റെ വേറെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.